ഈ ബിരിയാണി എനിക്ക് അത്രയും സ്പെഷ്യലാവാൻ കാരണം എന്താണെന്നറിയോ? ഒരു ചെറിയ ഇമോഷണൽ കണക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ ആദ്യം വന്ന സമയത്ത് എൻ്റെ ഫ്ലാറ്റിൽ ഞാനും വേറൊരു നോർത്ത് ഇന്ത്യനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് അതൊരു ന്യൂ ഫ്ലാറ്റ് ആയിരുന്നു. ഞാൻ ജോലിയായിട്ട് വന്നുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. പക്ഷെ മനസ്സൊട്ടും ഓക്കെ അല്ലായിരുന്ന ടൈം. അത് പിന്നെ ഊഹിക്കാമല്ലോ, ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത് അതും എവിടെയാണ്, ദുബായിൽ. കരച്ചിലോടെ കരച്ചിലായിരുന്നു. അങ്ങനെ സൺഡേ ആയി ഞാൻ എൻ്റെ ലഗേജിന് സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി പറക്കി വെക്കുമായിരുന്നു. ഓരോ സാധനം എടുത്ത് വെക്കുമ്പോഴും അത് പാക്ക് ചെയ്ത് ഓർത്തോർത്ത് കരയുമായിരുന്നു. പക്ഷെ ഞാൻ ഈ കരയുന്നൊക്കെ അത് കാണുന്നുണ്ടായിരുന്നു. ബട്ട് ഒന്നും എന്നോട് മിണ്ടിയിട്ടില്ല. അപ്പോൾ ഉച്ചയായപ്പോൾ എനിക്കൊരു പ്ലേറ്റിൽ കുറച്ച് ബിരിയാണിയൊക്കെ കൊണ്ടുവന്നു തന്നു. അന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു വീക്ക് ഞങ്ങൾ പരസ്പരം ഒരു റൂമിലായിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല. പിന്നെ എനിക്കാണെങ്കിൽ വന്ന ടൈം ഇത് സ്മോക്ക് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എന്തോ വല്ലാണ്ട് തോന്നി. ഞാൻ വന്ന സ്ഥലം ശരിയായില്ലേ എന്നൊക്കെ ഒരു പേടി. പക്ഷെ അന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആ ഫുഡൊക്കെ കഴിച്ചു കുറേ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഹാപ്പിയായി. ഇവിടെ ഞാൻ തനിച്ചല്ല, ഒറ്റപ്പെടലിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഒരു ചേഞ്ച് ഫീലായി. അന്ന് ഞാൻ പുള്ളിക്കാരനെ ദീദി എന്നാണ് വിളിച്ചിരുന്നത്. ഇത്രയും ഡേയ്സ് എന്നെ കരഞ്ഞുകൊണ്ട് മാത്രം കണ്ടിരുന്ന എൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ഹാപ്പിയായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവർക്കും സമാധാനമായി. അങ്ങനെ ഞാനും ദീദി അന്ന് വൈകിട്ട് പുറത്തൊക്കെ പോയി എന്നെ ഒരുപാട് കംഫർട്ടാക്കി. അപ്പോൾ അങ്ങനെയാണല്ലോ ചില മനുഷ്യർ. നമ്മൾ പുറമേ നിന്ന് ജഡ്ജ് ചെയ്യുന്നതൊന്നുമല്ല റിയൽ. ചിലപ്പോൾ ചില വാക്കുകളുണ്ടെന്ന് ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ അവരുടെ ഗസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഷെയർ ചെയ്യുന്നതും നമ്മളെ കംഫർട്ടാക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഥ കേട്ടിട്ട് റെസിപ്പി അറിയാണ്ട് പോകണ്ട, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടാറ്റ ബൈ.